ഹലോ, സിന്ധു ഭൈരവിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ കാർത്തികേയനാണെങ്കിൽ പതിവ് പോലെ മട്ടുപ്പാവിൽ കിടക്കുകയാണ്. ആ സമയത്താണ് മഹാലക്ഷ്മി അതുവഴി പാസ് ചെയ്ത് പോകുന്നത്. അവർ പെട്ടെന്ന് കാർത്തികേയനെ കണ്ടപ്പോൾ അവരിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇതെന്താ കാർത്തികേയൻ അവൻ്റെ റൂമിൽ കിടക്കാതെ ഇവിടെ വന്ന് കിടക്കുന്നത്? അപ്പോൾ പെട്ടെന്ന് തന്നെ അവൻ്റെ അടുത്തേക്ക് പോകണം. അവനാണെങ്കിൽ അവിടെ കാറ്റുമില്ല, കൊതുകടിയും കൊണ്ടിട്ട് ബുദ്ധിമുട്ടിയാണ് കിടക്കുന്നത്. അയ്യോ, ഒരില പോലും അനങ്ങുന്നില്ലല്ലോ എന്നൊക്കെ പിറുവിറുത്തോണ്ടിരിക്കുമ്പോഴാണ് കേയാ എന്ന് പിറകിൽ നിന്ന് വിളിക്കുന്ന ശബ്ദം കേൾക്കുന്നത്. ഇതാരാ എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ മഹാലക്ഷ്മിയാണ് കാണുന്നത്. അവൻ എഴുന്നേറ്റ് വേഗം തന്നെ ആ ചെറിയമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതെന്താ നീ ഇവിടെ വന്ന് കിടക്കുന്നത്? അപ്പോൾ അവൻ ചെറുതായിട്ടൊന്ന് പരിങ്ങലോടെ പറയുന്നുണ്ട്, അത് പിന്നെ എൻ്റെ റൂമിലെ ഫാനിന് കാറ്റ് കുറച്ച് കുറവാണ്, ഇവിടെ ആകുമ്പോൾ നല്ല കാറ്റും തണുപ്പൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇവിടെ വന്ന് കിടക്കുന്നത്. പക്ഷേ ഒരു കള്ളച്ചിരിയോടുകൂടി മഹാലക്ഷ്മി അവന്റെ അരികിലായിട്ട് ഇരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, റൂമിലാണോ ചൂട് അതോ നിന്റെ മനസ്സിലാണോ ചൂട്? ഭൈരവി നിന്നോട് പെരുമാറുന്നത് കണ്ടാലേ അറിയാം എവിടെയാണ് ചൂടുള്ളതെന്ന്. നീയായിട്ട് എന്നോടൊന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ കാർത്തികേയന് മനസ്സിലായി, ചെറിയമ്മക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന്. അപ്പോൾ അവർ സങ്കടത്തോടെ പറയുന്നുണ്ട്, ഇതൊക്കെ അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ കല്യാണത്തിന് മുമ്പ് തന്നെ നിന്നോട് 100 വട്ടം ആവർത്തിച്ച് പറഞ്ഞത് ഈ കല്യാണം വേണ്ട എന്ന്. അവള് നല്ലോണം പഠിച്ചവളാണ്, നീയാണെങ്കിൽ തീരെ പഠിക്കാത്തവനും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കുള്ളിൽ യാതൊരു പൊരുത്തവും ഉണ്ടായിരുന്നില്ല. അന്ന് ഞാൻ അത്രയും പറഞ്ഞിട്ടും നിങ്ങൾ ആരും തന്നെ കേട്ടില്ല. ഇന്ന് നോക്ക്, നീ ഇപ്പോൾ കഷ്ടപ്പെട്ട് തനിച്ചിവിടെ ഒറ്റയ്ക്ക് വന്ന് കിടക്കേണ്ടി വന്നു. സന്തോഷത്തോടെ ജീവിക്കേണ്ട പ്രായത്തിൽ വിഷമത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. ചെറിയമ്മ പറയുന്നത് കേട്ട് മിണ്ടാതെ നിൽക്കുകയാണ് കാർത്തികേയൻ. ആ സമയത്താണ് ഭൈരവി അതുവഴി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ അവര് രണ്ടുപേരും സംസാരിക്കുന്നത് കേട്ടപ്പോ ഭൈരവി ഒരു നിമിഷം അവിടെ നിൽക്കുകയാണ്. അപ്പോ മഹാലക്ഷ്മി കാർത്തികേയനോട് പറയുന്നുണ്ട്, സിന്ധു അവളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നിന്നെയും ഹരിയെയും ഭൈരവിയെയും ഒക്കെ വലിയ കുടുക്കിലാണ് കൊണ്ടുചെന്ന് എത്തിച്ചത്. അവളെ നീ വെറുതെ വിടാൻ പാടില്ല. അത് കേട്ടപ്പോൾ ഭൈരവിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പക്ഷേ കേയനാണെങ്കിൽ തിരിച്ച് മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, ചെറിയമ്മ, നമ്മൾ എന്തിനാ വെറുതെ സിന്ധുവിനോട് ദേഷ്യപ്പെടുന്നത്? സിന്ധുവിന്റെ പേരിൽ ഒരു തെറ്റുമില്ല. ഭൈരവി കാർത്തികേയൻ പറയുന്നത് കേട്ടിട്ട് ഒരു നിമിഷം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ മഹാലക്ഷ്മിക്കാണെങ്കിൽ വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ടായിരുന്നു. കാർത്തികേയൻ പറയുന്നുണ്ട്, തെറ്റ് ചെയ്തത് നമ്മുടെ ഹരിയല്ലേ? അവനല്ലേ ആരും അറിയാതെ സിന്ധുവിനെ തട്ടിക്കൊണ്ടുപോയി ക്ഷേത്രത്തിൽ വെച്ച് താലി കെട്ടിയത്. അവൻ സിന്ധുവിനെ പ്രണയിച്ചത് കാരണമല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തത്. എന്തൊക്കെയാ നീ ഇങ്ങനെ സംസാരിക്കുന്നത്? ഹരി നിന്റെ സ്വന്തം അനിയനാണ്, നീ അവനെ വിശ്വസിക്കുന്നില്ല, പക്ഷേ ഏതോ ഒരുത്തിയെ നീ വിശ്വസിക്കുന്നു. നിനക്ക് നിന്റെ സ്വന്തം അനിയനെ ഇനിയും വിശ്വാസമില്ലേ? നിന്റെ അനിയൻ ഹരി ഇത്രയും തരംതാണ ഒരു പ്രവൃത്തി ചെയ്യുന്നു നീ വിശ്വസിക്കുന്നുണ്ടോ? അപ്പോൾ KM പറയുന്നുണ്ട്, ആദ്യമൊക്കെ ഹരി ഇങ്ങനെ ചെയ്യുന്നു ഞാൻ വിശ്വസിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഭൈരവിയാണെങ്കിൽ അവരുടെ രണ്ടുപേരുടെയും സംസാരം കേട്ട് അവിടെ മറഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ മണ്ഡപത്തിൽ വെച്ച് മറ്റുള്ളവരൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ ഹരി ഇങ്ങനെ ചെയ്തിരിക്കാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. അയ്യോ അയ്യോ, എന്താക്കെയാ നീ സംസാരിക്കുന്നത്? ഏതോ ഒരുത്തി പറഞ്ഞത് വിശ്വസിക്കുന്നു, പക്ഷെ ഇത്രയും കാലം കുട്ടിക്കാലം തൊട്ട് നിന്റെ കൂടെ കടിച്ചു വളർന്ന നിന്റെ അനിയനെ നീ വിശ്വസിക്കുന്നില്ലേ? മോനെ കേയാ, ദമയന്തി ഏട്ടത്തി അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നുണ്ടാവും, പക്ഷെ നീയും കൂടെ അങ്ങനെ വിശ്വസിക്കലടാ. അവർക്ക് സത്യം പറഞ്ഞാൽ വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ടായിരുന്നു. കാരണം ഹരിയുടെ നിഷ്കളങ്കതയും അവരുടെ നിരപരാധിത്വവും ആരും മനസ്സിലാക്കുന്നില്ല. ഭൈരവിയാണെങ്കിൽ ഇതൊക്കെ കേട്ട് ദേഷ്യത്തോടെയാണ് നിൽക്കുന്നത്. കാരണം തൻ്റെ ചേച്ചി സിന്ധുവിനെയാണ് ഇവർ സംശയിക്കുന്നത് എന്നൊരു ധാരണയിൽ. അപ്പോൾ കാർത്തികേയനാണെങ്കിൽ മഹാലക്ഷ്മിയോടും സമാധാനത്തോടെയാണ് സംസാരിക്കുന്നത്. ചെറിയമ്മേ, ഹരിയുടെ സ്ഥാനത്ത് മറ്റാരായിരുന്നെങ്കിലും ഞാനിപ്പോ അവന് മാപ്പ് കൊടുക്കില്ലായിരുന്നു. പക്ഷെ ഹരി എൻ്റെ അനുജനാണ്. അവനായത് കാരണം മാത്രമാണ് ഈ ഒരു തെറ്റിന് ഞാൻ അവനെ ശിക്ഷിക്കാതിരുന്നത്. സിന്ധുവിനെ പ്രണയിക്കുന്ന കാര്യം അവൻ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നെ നാട്ടുകാരറിയേ അവനെ കൊണ്ട് അവളെ കഴുത്തി താലി കെട്ടിക്കുമായിരുന്നു. പക്ഷേ അതൊന്നും ചെയ്യാതെ അവസാന നിമിഷത്തിൽ അവൻ ഇങ്ങനെ ചെയ്തത് കാരണമാണ് എല്ലാവരുടെ ജീവിതത്തിലും സമാധാനം നഷ്ടപ്പെട്ടത്. ഇനി എന്ത് പറഞ്ഞാണ് അവനെ കൺവിൻസ് ചെയ്യാന്ന് പോലും മഹാലക്ഷ്മിക്ക് അറിയില്ലായിരുന്നു. ഭൈരവിയാണെങ്കിൽ ഇവർ സംസാരിക്കുന്ന അത്രയും കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോ നീ പറഞ്ഞു വരുന്നത് നിന്റെ ജീവിതം നശിക്കാൻ കാരണം ഹരി ആയിരുന്നു എന്നാണല്ലേ? അങ്ങനെയല്ല ചെറിയമ്മ, ഹരി അവൻ പ്രണയിച്ച പെണ്ണിനെയാണ് കല്യാണം കഴിച്ചത്, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അവൻ ആദ്യമേ ഈ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ വരില്ലായിരുന്നല്ലോ. അതാലോചിക്കുമ്പോഴാണ് എനിക്ക് വല്ലാത്ത വേദന തോന്നുന്നത്. അവസാനം ക്ഷമ നശിച്ചപ്പോൾ മഹാലക്ഷ്മി അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് കാർത്തികേയനോട് പറയുന്നുണ്ട്, ഇങ്ങോട്ട് നോക്കിക്കോ, ആ സിന്ധു ഒരു കള്ളത്തരമാണെന്ന് എത്രയും പെട്ടെന്ന് നിങ്ങൾ എല്ലാവരെയും ഞാൻ മനസ്സിലാക്കി തരും. അത് കേട്ടപ്പോഴേക്കും ഭൈരവി അങ്ങോട്ടേക്ക് പോവാണ്. അതിനുശേഷം നിങ്ങൾ എല്ലാവരും ഹരിയെക്കുറിച്ച് ഓർത്ത് കുറ്റബോധത്തോടെ നിൽക്കേണ്ടി വരും. അത് കേട്ട സമയത്ത് കാർത്തികേയൻ നോക്കുമ്പോൾ ഭൈരവി അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. അവനും ഭൈരവിയെ നോക്കുകയാണ്. അപ്പോൾ ഭൈരവി നേരെ വന്നിട്ട് നേരെ മഹാലക്ഷ്മിയോടാണ് സംസാരിക്കുന്നത്.
എന്താ നിങ്ങൾ മനസ്സിൽ ഓരോ കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് നിങ്ങൾ തോന്നിയതുപോലെ അങ്ങ് ചിന്തിച്ചു കൂട്ടുകയാണോ? കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ട് എത്രയോ അവസരങ്ങൾ അവൻ പറയുന്നത് സത്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അമ്മ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവനെ കൊണ്ട് അത് സാധിച്ചോ? കാരണം സിന്ധു പറഞ്ഞത് സത്യമായിരുന്നു. നിങ്ങളുടെ മകൻ വേണമെങ്കിൽ വലിയ ഡോക്ടർ ആയിരിക്കാം, പക്ഷെ എന്ന് കരുതി അവൻ കള്ളങ്ങളും തെറ്റുകളും ഒന്നും ചെയ്യില്ല എന്ന് നിങ്ങൾ അങ്ങനെ വിശ്വസിക്കരുത്. സിന്ധുവിന്റെ കാര്യത്തില് അവൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ മകൻ ചെയ്ത ഒരൊറ്റ കാര്യം കൊണ്ടാണ് ഇന്ന് എല്ലാവരുടെ ജീവിതവും പെരുവഴിയിലായത്. സിന്ധുവിനെ പറ്റി ഇങ്ങനെ കാണുന്നവരോടൊക്കെ തെറ്റായിട്ട് സംസാരിക്കുന്നതിന് പകരം പോയി നിങ്ങളുടെ മകനെ അഡ്വൈസ് ചെയ്. സിന്ധുവിനെ നന്നായിട്ട് നോക്കാൻ വേണ്ടി പറ. നിങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത പരിതാപകരം തോന്നുന്നു. ഒരു പഠിക്കാത്ത വിഡ്ഢിയായ മണ്ടത്തിയായ പെണ്ണ് നിങ്ങളെ ഇത്രയും പേരെയും വിശ്വസിപ്പിച്ചു അല്ലേ? അവള് പറഞ്ഞ കള്ളം വിശ്വസിച്ച് നിങ്ങൾ എല്ലാവരും അവളെ സപ്പോർട്ട് ചെയ്യാണ്. പക്ഷേ കാലം ഒരു നാള് നിങ്ങൾക്കൊക്കെ ഇതിനുള്ള മറുപടി പറഞ്ഞു തരും. അവർ രണ്ടുപേരെയും ഒന്ന് കൂർപ്പിച്ച് നോക്കിയിട്ട് അകത്തേക്ക് പോവാണ്. പക്ഷെ അതിനുശേഷം ഭൈരവി നേരെ കാർത്തികേയനോട് ചോദിക്കുന്നത്, നിന്റെ അനിയൻ എന്ത് വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത്? നിന്റെ അനിയന് പകരം ഈ തെറ്റ് മറ്റാരെങ്കിലാണ് ചെയ്തിരുന്നതെങ്കിൽ നീ എന്തൊരാട്ടാടുമായിരുന്നു. അതെന്താ, നിന്റെ അനിയനെ നിനക്ക് ചോദ്യം ചെയ്യാനും അവനെ ശിക്ഷിക്കാനൊന്നും അറിയില്ലേ? അവൻ ചെയ്ത എത്ര വലിയ തെറ്റാണ്. സിന്ധുവിനെ ആരും അറിയാതെ തട്ടിക്കൊണ്ടുപോയി കല്യാണം കഴിച്ചിട്ട് ഇപ്പോ അവളെ ഗൗനിക്കാതെ അവൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ ഒരു ജോലിക്കാരിയെ പോലെ കൊണ്ടു നടക്കുന്നത് എത്ര വലിയ തെറ്റാണെന്ന് അറിയാമോ? നിന്റെ അനിയനോട് മര്യാദക്ക് സിന്ധുവിന്റെ കൂടെ ചേർന്ന് നന്നായിട്ട് ജീവിക്കാൻ നോക്കാൻ പറ. പിന്നെ നിന്നോടും കൂടെ ഒരു കാര്യം പറയാനുണ്ട്. ഞാനിനി 3 മാസം കൂടി മാത്രമേ ഈ വീട്ടിലുണ്ടാവുള്ളൂ. പിന്നീട് ഞാൻ ഈ വീട്ടിന്റെ ഭാഗത്തേക്ക് പോലും വരില്ല. അപ്പോൾ കാർത്തികേയൻ സംശയത്തോട് ചോദിക്കാണ്, അതെന്താ 3 മാസത്തിന്റെ കണക്ക്? പോവണം എന്നുള്ളതാണെങ്കിൽ നാളെ തന്നെ ഇവിടുന്ന് പോയിക്കൂടെ? 3 മാസം കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോകാവൂന്ന് എന്തെങ്കിലും നേർച്ചയുണ്ടോ? അതെന്റെ തലയിലെഴുത്താണ്. ഇപ്പൊ നിന്നോട് ഇത്രയേ പറയാൻ സാധിക്കുള്ളൂ. ബാക്കിയൊക്കെ സമയം വരുമ്പോൾ നീ നേരിട്ട് മനസ്സിലാക്കിയാൽ മതി. അതും പറഞ്ഞിട്ട് ഭൈരവി പോവാണ്. ഇതെന്താ ഇവൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് പോകുന്നത്? ഇവക്കെന്തോ വട്ടായിന്നാ തോന്നുന്നത്. ഒരുപക്ഷെ ഒരുപാട് പഠിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ വട്ടാവുന്നാണ് തോന്നുന്നത്. ഞാനിവിടെ കിടന്ന് ഉറങ്ങാം എന്നും പറഞ്ഞിട്ട് അവൻ കിടന്ന് ഉറങ്ങാണ്. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ തന്നെ മകളെയും കൂട്ടി കമ്മീഷണർ ഓഫീസിൽ പോയിരിക്കുകയാണ് സ്നേഹയും അവളുടെ ഡാഡിയും ചേർന്നിട്ട്. അപ്പോൾ കമ്മീഷണർ ചോദിക്കുന്നുണ്ട്, മിസ്റ്റർ ദേവരാജ്, നിങ്ങൾക്ക് ഞാൻ എന്ത് ഹെൽപ്പ് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? സ്നേഹയ്ക്ക് അവളുടെ ജീവിതം തിരിച്ചു കിട്ടണം. ഹരി സിന്ധുവിനെ കല്യാണം കഴിച്ചത് അവൾക്ക് ഇപ്പോഴും ടോളറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഹരിയാണ് അവളുടെ ജീവിതം. ഹരി ഇല്ലാതെ അവൾക്ക് ജീവിക്കാൻ പറ്റില്ലെന്നാണ് അവൾ പറയുന്നത്. അതിന്റെ പേരിൽ അവൾ ആത്മഹത്യ ചെയ്യാൻ വരെ ശ്രമിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അന്ന് ഞാനും ഹരിയും കണ്ടെത്തിയത് കൊണ്ട് അവളെ ജീവനോടെ തിരിച്ചു കിട്ടി. പക്ഷേ ഇനി എപ്പോഴും അങ്ങനെ തന്നെ ആവണമെന്നില്ല. അവളെയാണെങ്കിൽ ആ ഹരിയില്ലാതെ അവൾക്ക് ജീവിക്കാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഹരിയെയും അവളെയും നിങ്ങൾ വേണം ഒന്നിച്ചു ചേർക്കാൻ. അപ്പോ കമ്മീഷണർ ചോദിക്കുന്നുണ്ട്, ആഫ്റ്റർ മാരേജ് ഹരിയുടെ കോൺസെപ്റ്റ് എന്താണ്? ഈ നിമിഷം വരെ ഹരിയുടെ മനസ്സിൽ സ്നേഹം തന്നെയാണ് ഉള്ളത്. അവന് ഇപ്പോഴും ഇവളുടെ കൂടെ തന്നെ ജീവിക്കണം എന്നാണ് ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ ഹരിക്ക് സിന്ധുവിനെ ഡൈവോഴ്സ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അവിടെയാണ് വലിയൊരു പ്രശ്നമുള്ളത് സർ. ഹരിക്ക് അവന്റെ വലിയമ്മയായിട്ടുള്ള ദമയന്തിയുടെ വാക്ക് ഒരിക്കലും തട്ടിക്കളയാൻ സാധിക്കില്ല. ഹരിയെ ദമയന്തി ഇമോഷണൽ ആയിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ദിവസം കഴിയും തോറും ഹരിയെ എങ്ങനെയെങ്കിലും സിന്ധു മനസ്സ് മാറ്റുമോ എന്നുള്ള ഭയമുണ്ട്. സിന്ധുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യത്തിൽ അവൾക്ക് വിജയിക്കണമെങ്കിൽ അതിന്റെ എക്സ്ട്രീം ലെവൽ വരെ അവൾ പോകും. അവൾ പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഞങ്ങൾ ഓരോ ദിവസവും പോരാടിക്കൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങൾ തെളിയിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അവൾ എല്ലാ സാക്ഷികളെയും നശിപ്പിക്കുമോ എന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് നല്ല ഭയമുണ്ട്. പ്ലീസ് സർ, നിങ്ങളൊരു സ്പെഷ്യൽ ടീമിനെ ഉണ്ടാക്കിയിട്ട് ഈ കല്യാണത്തിന് സിന്ധു ചെയ്ത കള്ളത്തരങ്ങൾ പുറം ലോകത്തേക്ക് കൊണ്ടുവരണം സർ. ഹരിയെ സിന്ധുവിൽ നിന്നും വേർപെടുത്തിയിട്ട് നിങ്ങൾ തന്നെ സ്നേഹയും ഹരിയെയും ഒന്നിപ്പിക്കണം സർ. അപ്പോൾ സ്നേഹയാണെങ്കിൽ ഒരു കംപ്ലൈന്റ് എടുത്തിട്ട് കമ്മീഷണർ കൊടുത്തുകൊണ്ട് പറയണം, ഇത് ഞാൻ സിന്ധുവിനെതിരായിട്ട് നിങ്ങൾക്ക് തരുന്ന കമ്മീഷണർ പരാതിയാണ്. എത്രയും പെട്ടെന്ന് നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത് പോലെ ഹരിയെ സിന്ധുവിൽ നിന്നും വേർപെടുത്തിയിട്ട് ഞങ്ങളെ തമ്മിൽ ഒരുമിപ്പിക്കണം സർ. കമ്മീഷണർ പരാതി വാങ്ങി വായിച്ചു നോക്കുന്ന സമയത്ത് സ്നേഹ പറയുന്നുണ്ട്, നിങ്ങൾ ഡിലേ ആക്കുന്ന ഓരോ നിമിഷവും സത്യം നശിച്ചുകൊണ്ടേയിരിക്കുക. ഹരിയെ എനിക്ക് വേണം സർ, ഇല്ലെങ്കിൽ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. അന്ന് ഹരിയും ഡാഡിയും ചേർന്നിട്ട് എന്നെ രക്ഷിച്ചു. പക്ഷെ എപ്പോഴും അവർക്ക് എന്നെ രക്ഷിക്കാൻ സാധിക്കില്ല. ഞാൻ ജീവിക്കുന്നതും ജീവിക്കാതിരിക്കുന്നതും സത്യമായിട്ട് ഇപ്പം നിങ്ങളുടെ കയ്യിലാണ് സാർ ഉള്ളത്. അപ്പോൾ അയാൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇമോഷണലായിട്ട് സംസാരിക്കുന്നത്? ആദ്യം നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നതും ചിന്തിക്കുന്നതും നിർത്തൂ. ചില സത്യങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ സാധിക്കും. പക്ഷേ മറ്റു ചില സത്യങ്ങൾ കണ്ടെത്താൻ ഒരുപാട് സമയം വേണമെന്നിരിക്കും. എന്ന് കരുതി ആ സമയം നോക്കിയിട്ട് നിങ്ങളുടെ മനസ്സിൽ തെറ്റായ തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കാൻ പാടില്ല. അങ്ങനെ തെറ്റായ തീരുമാനം എടുത്താൽ നഷ്ടം നമുക്ക് തന്നെയാണ്. നിങ്ങളുടെ ഭാഗത്താണ് ഈ കേസിൽ ശരിയെങ്കിൽ തീർച്ചയായിട്ടും വിജയവും നമുക്ക് തന്നെ ആയിരിക്കും. ഞാൻ ഈ കേസ് എടുത്തിരിക്കുകയാണ്.
പക്ഷെ അതിനു മുമ്പ് എനിക്ക് ഹരിയുമായിട്ടൊന്ന് സംസാരിക്കണം. അപ്പോൾ അവളുടെ ഡാഡി പറയുന്നുണ്ട്, സ്നേഹ നീ എത്രയും പെട്ടെന്ന് ഹരിയെ കോൾ ചെയ്ത് കമ്മീഷണറുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് വരാൻ വേണ്ടി പറയൂ. ശരി ഡാഡി എന്ന് പറഞ്ഞിട്ട് സ്നേഹ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഹരിയെ കോൾ ചെയ്യാണ്. അവൻ കുളിച്ച് മാറ്റിയിട്ട് പുറത്തേക്ക് പോകാൻ റെഡിയാവുന്ന സമയത്താണ് സ്നേഹയുടെ കോൾ വരുന്നത്. കോൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് സ്നേഹ അവനോട് കാര്യം പറയും, ഹരി ഞാനും ഡാഡിയും കമ്മീഷണറുടെ ഓഫീസിലാണുള്ളത്. അത് കേട്ടതും ഹരി ഒന്ന് ഞെട്ടുവാണ്. സിന്ധു നിന്നെ പറ്റിച്ചിട്ടാണ് കല്യാണം നടത്തിയത് എന്ന് ഞാൻ കമ്മീഷണർക്ക് പരാതി കൊടുത്തിരിക്കുകയാണ്. കമ്മീഷണർ ഇത് സംബന്ധിച്ചിട്ട് നിന്നോട് നേരിട്ട് സംസാരിക്കണമെന്ന് പറയുന്നു. നിന്നെ കൊണ്ട് ഇപ്പോൾ കമ്മീഷണർ ഓഫീസിലേക്ക് വരാൻ വേണ്ടി പറ്റുമോ? പ്ലീസ് ഹരി, നിന്റെ ദമയന്തി വല്യമ്മയ്ക്ക് ഭയന്നിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ലെന്ന് പറയരുത് ഹരി. ഹരി നീ ഇപ്പൊ ഈ നിമിഷം ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇവിടെ തന്നെ മരിച്ചു വീഴും ഹരി. അത് കേട്ടപ്പോ അവൻ പറയുന്നുണ്ട്, സ്നേഹ എന്തിനാ സ്നേഹ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? സിന്ധു ചെയ്ത കള്ളത്തരം മറ്റുള്ളവർക്ക് മുന്നിൽ തെളിയിച്ചു കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഞാനും ശ്രമിക്കുന്നത്. നമ്മളെ കൊണ്ട് എപ്പോഴാണ് അത് കണ്ടുപിടിക്കാൻ സാധിക്കാന്ന് എനിക്ക് അറിയില്ല ഹരി. അതുകൊണ്ടാണ് ഞാൻ കമ്മീഷണറുടെ സഹായം ചോദിച്ചത്. പ്ലീസ് ഹരി, നീ വന്നിട്ട് കമ്മീഷണറായിട്ടൊന്ന് സംസാരിക്കുക ഹരി. ശരി, ഞാൻ വരാം. അപ്പൊ അവള് കോള് കട്ട് ചെയ്യാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് ഹരി അങ്ങോട്ടേക്ക് എത്തുന്നത്. ഹരിയെ കണ്ടപ്പോഴാണ് സ്നേഹയ്ക്ക് സമാധാനമായത്. ഹരി, ഞാൻ നിന്റെ വല്യമ്മയെ ഭയന്നിട്ട് ഇങ്ങോട്ടേക്ക് വരില്ല എന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. സ്നേഹ, ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്കണം. എനിക്ക് നീ കരുതുന്നത് പോലെ എൻ്റെ വല്യമ്മയുടെ അടുത്ത് ഭയമൊന്നുമില്ല, ബഹുമാനം മാത്രമാണുള്ളത്. സിന്ധു ഒരു കള്ളിയാണെന്ന് വല്യമ്മയ്ക്ക് മുന്നിൽ നമുക്ക് തെളിയിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വല്യമ്മ തന്നെ അവളെ ആ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കും. നിന്നെയും എന്നെയും വല്യമ്മ തന്നെ ഒരുമിപ്പിക്കുകയും ചെയ്യും. അത് കേട്ട സമയത്ത് സ്നേഹയുടെ മുഖത്തൊരു സന്തോഷം നിറഞ്ഞ ചിരിയുണ്ടായിരുന്നു. എനിക്കതിൽ 100% വിശ്വാസമുണ്ട്. കാരണം ഒരിക്കലും എൻ്റെ വല്യമ്മ തെറ്റായ കാര്യത്തിന് കൂട്ടുനിൽക്കില്ല. ഓക്കെ ഹരി, എങ്കിൽ നീ അകത്തേക്ക് വാ. കമ്മീഷണർ ഒരുപാട് നേരമായി നിന്നെ വെയിറ്റ് ചെയ്യുന്നു. രണ്ടുപേരും അകത്തേക്ക് കയറിയതിനു ശേഷം പരസ്പരം അഭിവാദ്യമൊക്കെ പറയുകയാണ്. ആ സമയത്ത് കമ്മീഷണർ പറയുന്നുണ്ട്, മിസ്റ്റർ ഹരി, നിങ്ങളുടെ കല്യാണത്തിന്റെ ദിവസം നടന്ന എല്ലാ കാര്യങ്ങളും മിസ്റ്റർ ദേവരാജ് എന്നോട് പറഞ്ഞു കഴിഞ്ഞു. അന്ന് എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റിയില്ല, പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളെ സഹായിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. സിന്ധു പറഞ്ഞ കള്ളത്തരം വിശ്വസിച്ചിട്ട് നിങ്ങളുടെ വല്യമ്മ നിങ്ങളെ കൊണ്ട് സിന്ധുവിനെ കല്യാണം കഴിപ്പിച്ചു. ആഫ്റ്റർ മാരേജ് സിന്ധുവിന്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? സിന്ധു എന്നെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ അതൊന്നും ഞാൻ കാര്യമായിട്ട് വിശ്വസിക്കുന്നില്ല സർ. അതിനൊന്നും ഭാഗത്തേക്ക് ഞാൻ നോക്കാറ് പോലുമില്ല. അവള് വലിയൊരു നിഷ്കളങ്കയും പാവമാണെന്ന് തെളിയിക്കാൻ അവൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. വീട്ടിലുള്ള എല്ലാവരെയും അത് കാണിച്ച് അവൾ വിശ്വസിപ്പിക്കുകയാണ്. സത്യം പറഞ്ഞ എനിക്ക് അവളെ നല്ല ഭയമുണ്ട് സർ. അവള് പറഞ്ഞ ഒരു കള്ളം കാരണം എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് പോലും എന്നോടിപ്പോ ഒരു വിലയും ഇല്ല. എൻ്റെ വല്യമ്മ പോലും എന്നെ വിശ്വസിക്കുന്നില്ല. എനിക്ക് യാതൊരു വിലയും തരാത്തത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എൻ്റെ കുടുംബത്തിന് മുൻപിൽ പോലും തെളിയിക്കേണ്ട ഗതികെട്ട അവസ്ഥയിലാണ് സർ ഞാൻ ഉള്ളത്. ഞാൻ കല്യാണത്തിന് ശേഷം എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവളെ വിശ്വസിച്ച് അവളെ സ്നേഹിച്ച് അവളുടെ കൂടെ ജീവിക്കുന്നതാണ് സിന്ധു കരുതിയത്. പക്ഷെ അങ്ങനെ അവൾ കരുതുന്നത് തന്നെ വലിയ തെറ്റാണെന്ന് എത്രയും പെട്ടെന്ന് ഞാൻ അവൾക്ക് മനസ്സിലാക്കി കൊടുക്കും. ഈ ഒരു കാര്യത്തിൽ സിന്ധുവിന്റെ പിന്നിൽ നിന്ന് ആരെങ്കിലും അവളെ സഹായിക്കുന്നുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾ ആരെങ്കിലും സംശയിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് തുറന്നു പറയൂ. എനിക്ക് അവരെ കൂടി ചോദ്യം ചെയ്യാൻ സാധിക്കും. അത് കേട്ടപ്പോൾ ഹരി കുറച്ചു നേരം ഒന്ന് ആലോചിക്കുകയാണ്. പെട്ടെന്ന് അവൻ പറയുന്നുണ്ട്, അച്ചു എന്ന് പറയുന്ന ഒരു ചെറിയ പയ്യനും അവളെ ഈ കാര്യത്തിൽ സഹായിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സിന്ധു എന്നെ പ്രണയിക്കുന്ന കാര്യം ആ പയ്യൻ അറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെ അവനന്ന് സിന്ധുവിന് വേണ്ടി ക്ഷേത്രത്തിൽ വെച്ചിട്ട് കള്ളം പറഞ്ഞതാണ്. ആ പയ്യൻ പറഞ്ഞ ഒരു കള്ളം കാരണം എൻ്റെ ജീവിതത്തിന്റെ ഗതി തന്നെയാണ് സാർ മാറിയത്. അത് മാത്രമല്ല, എൻ്റെ ഫോണിൽ നിന്ന് ഞാൻ പോലും അറിയാതെ സിന്ധുവിന് ഐ ലവ് യു എന്നുള്ള മെസ്സേജ് വരെ പോയിട്ടുണ്ട്. ഈ 2 കാര്യങ്ങൾ വെച്ചിട്ടാണ് സിന്ധു പറഞ്ഞത് തന്നെയാണ് സത്യമെന്ന് എല്ലാവരും വിശ്വസിക്കുന്നത്. അപ്പോ കമ്മീഷണർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഫോണിൽ നിന്ന് സിന്ധുവിന് എങ്ങനെയാണ് മെസ്സേജ് പോയത്? ഇല്ല, അങ്ങനെ ആരുടെ മേലും എനിക്ക് സംശയമില്ല. ദയവ് ചെയ്ത് അത് ആരായിരിക്കും എന്ന് നിങ്ങൾ തന്നെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് കണ്ടുപിടിക്കണം സർ. ശരി, നിങ്ങളുടെ ഈ കേസ് ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇതിനുവേണ്ടി ഞാനൊരു ടീമിനെ തന്നെ നിയോഗിക്കുന്നുണ്ട്. കോള് കട്ട് ചെയ്തതിന് ശേഷം അദ്ദേഹം ഫോൺ എടുത്തിട്ട് മറ്റൊരാളെ കോൾ ചെയ്യാണ്. രേഖ എന്ന് പറഞ്ഞൊരു പോലീസ് ഓഫീസറോട് അങ്ങോട്ടേക്ക് പോകാനാണ് പറയുന്നത്. അവരവിടെ വന്നിട്ട് മേലുദ്യോഗസ്ഥനെ അഭിവാദ്യം ചെയ്യാണ്. അതിനുശേഷം അദ്ദേഹമാണെങ്കിൽ ദേവരാജിനെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകളായിട്ടുള്ള സ്നേഹയും ഡോക്ടർ ഹരിയെ ഒക്കെ പരിചയപ്പെടുത്തി കൊടുക്കുവാണ്. പക്ഷേ ഒരു പോലീസുകാരിയുടെ സംശയക്കണ്ണോട് കൂടി തന്നെയാണ് ഇവരെ 3 പേരെയും ആ സ്ത്രീ വീക്ഷിക്കുന്നത്. അതിനുശേഷം കമ്മീഷണർ അതുവരെ സംഭവിച്ച കാര്യങ്ങളൊക്കെ രേഖയോട് പറയുകയാണ്. രേഖ, സിന്ധുവിന്റെ പേരിൽ സ്നേഹ കംപ്ലൈന്റ് തന്നിട്ടുണ്ട്. ഇത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അത് വാങ്ങിയിട്ട് അവർ വായിച്ചു നോക്കുവാണ്. ഈ കേസ് നിങ്ങൾ വേണം ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ വേണ്ടി. ഈ കേസിൽ ആരൊക്കെ ഇൻവോൾവ്മെന്റ് ആയിട്ടുണ്ടോ അവരെ എല്ലാവരും നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം. രേഖ, നിങ്ങൾ സിന്ധുവിന് വാങ്ങിക്കൊടുക്കുന്ന പണിഷ്മെന്റിൽ ഇങ്ങനെ കള്ളത്തരം കാണിക്കുന്ന എല്ലാ പെൺകുട്ടികൾക്കും അതൊരു വാണിംഗ് ആയിരിക്കണം. അതിനുശേഷം ദേവരാജിനോട് പറയുന്നുണ്ട്, ദേവരാജ് നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. ഈ കേസ് ഇനി രേഖ നോക്കിക്കോളും. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു ടെൻഷനും വേണ്ട. രേഖയ്ക്ക് ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞതിന് ശേഷം ദേവരാജിനോടും ഹരിയോടൊന്നും ഇനി ടെൻഷൻ ആവേണ്ടെന്നും ഈ കേസ് രേഖ കണ്ടെത്തി പരിഹരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് വിടുകയാണ്.
അതേസമയം വീട്ടിലാണെങ്കിൽ ഗായത്രിയുടെ മുടി ചെയ്യിക്കൊണ്ടിരിക്കുകയാണ് ദമയന്തി. ആ സമയത്ത് മഹിയോ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. മഹിയോട് ചോദിക്കുന്നുണ്ട്, ഗായത്രിക്ക് വേണ്ടിയിട്ട് ഒരു പയ്യനെ നോക്കാൻ വേണ്ടി ബ്രോക്കറോട് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അത് ചെയ്തോ? അതൊക്കെ ഞാൻ അപ്പൊ തന്നെ ചെയ്തു ഏട്ടത്തി. അടുത്ത ആഴ്ച ബ്രോക്കർ നല്ലൊരു പയ്യനെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വരും. ഏട്ടത്തി ഒന്നുകൊണ്ട് പേടിക്കേണ്ട. ഗായത്രിയുടെ കല്യാണവും കഴിഞ്ഞ് അവളെയും നല്ലൊരു ഭാഗത്തേക്ക് ആക്കി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സമാധാനവും എൻ്റെ കടമയും അവസാനിക്കും. അപ്പൊ പിന്നെ എനിക്ക് സമാധാനത്തോടെ കണ്ണടച്ചാലും ഒരു പ്രശ്നവും ഇല്ല. അവരാകെ ടെൻഷനോടെ പറയണം. അത് കേട്ടപ്പോൾ തന്നെ ഗായത്രി പരിഭവത്തോടെ പറയുന്നുണ്ട്, അമ്മ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവള് പരിഭവത്തോടെയാണ് സംസാരിക്കുന്നത്. അയ്യോ ദേഷ്യപ്പെടല്ലേ പെണ്ണെ, ഇനി ഞാൻ ഇങ്ങനെയൊന്നും പറയില്ല. അപ്പോഴേക്കും അതുവഴി കാർത്തികേയനാണെങ്കിൽ ധൃതി പിടിച്ച് പോകുന്നുണ്ടായിരുന്നു. കാർത്തികേയ അവിടെ നിൽക്ക്. എന്താ അമ്മ, നീ എങ്ങോട്ടേക്കാ ധൃതി പിടിച്ച് പോകുന്നത്? ഞാൻ മില്ലിലേക്ക് പോകുന്നത്. മില്ലിലേക്കോ? ഇന്നലെ ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇന്നലെ അമ്മ എന്ത് കാര്യം പറഞ്ഞത്? അയ്യോ എല്ലാം മറന്നു അല്ലേ? വാ എൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് അവരുടെ ബെഡ്റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ്. എവിടെ ഇന്നലെ വാങ്ങിച്ച ഡ്രസ്സുകളൊക്കെ എവിടെ? അതൊക്കെ എന്തിനാ അമ്മ ഇപ്പോ? എവിടെ? അത് അമ്മയുടെ കബോർഡിലുണ്ട്, എങ്കിൽ പോയിട്ട് എടുത്തിട്ട് വാ. ഇപ്പൊ എന്തിനാ അമ്മ അതൊക്കെ? നീ എടുത്തിട്ട് വാ. എന്നിട്ട് കെ എൻ അതൊക്കെ എടുത്തോണ്ട് വരുവാണ്. അതൊക്കെ എടുത്ത് കെ എം ബെഡിലിടുകയാണ്. ഇന്ന് നീ മില്ലിലേക്ക് പോവേണ്ട, ഞാൻ തരുന്ന ഡ്രസ്സ് എടുത്തിട്ടിട്ട് ഭൈരവയും കൂട്ടിയിട്ട് സിനിമയ്ക്ക് പോ. സിനിമയ്ക്കോ? അമ്മ മില്ലിൽ ഒരുപാട് ജോലിയുണ്ട്, മില്ലിലെ ജോലിയൊക്കെ പിള്ളേര് നോക്കിക്കോളും. നീ ഇപ്പൊ ഭൈരവയും കൂട്ടിയിട്ട് സിനിമയ്ക്ക് പോവാൻ നോക്ക്. അമ്മ മോഹൻ തിയേറ്ററിൽ നല്ല പുതിയ പടം ഓടുന്നുണ്ട്, ഇപ്പൊ തന്നെ ഭൈരവയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് പോ. അമ്മ ഞാൻ വിളിച്ച അവൾ എൻ്റെ കൂടെ വരുന്നാണോ തോന്നുന്നത്? അവള് വരില്ല എന്നേ അമ്മ പറയുള്ളൂ. അതൊക്കെ പറഞ്ഞോളൂ. നീ ഇപ്പോ ആദ്യം ഞാൻ തരുന്ന ഈ ഡ്രസ്സ് എടുത്തിടാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ആ പെട്ടി തുറന്നിട്ട് അവർ ഓരോരോ ഡ്രസ്സ് എടുത്ത് നോക്കുകയാണ്. അതൊക്കെ കാണുമ്പോൾ തന്നെ കേന് ടെൻഷൻ ആവുന്നുണ്ടായിരുന്നു. അവസാനം അതിൽ നിന്നൊരു പച്ചയും കാപ്പി കളറുള്ള ഒരു ഡ്രസ്സ് എടുക്കുകയാണ്. എന്നാ നീ പോയിട്ട് ഈ ഡ്രസ്സ് എടുത്തിട്ടിട്ട് ഭൈരവിക്കൊപ്പം സിനിമയ്ക്ക് പോ. ഈ ഡ്രസ്സ് എടുത്തിട്ടിട്ടോ. അമ്മ അവൾ എൻ്റെ കൂടെ വരില്ല, നീ ഇതിട്. അവളെ എങ്ങനെയാണ് വരുത്തിക്കേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ ഈ ടീഷർട്ടും ജീൻസും ഒക്കെ ഇട്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഗെറ്റായിട്ട് അവളുടെ മുന്നിൽ പോയിട്ട് നിൽക്ക്. അവൾ അപ്പോ നിന്നോട് വരില്ല എന്ന് പറയുന്നത് ഞാനൊന്ന് കാണട്ടെ. പെട്ടെന്ന് മാറ്റ് എന്ന് പറഞ്ഞിട്ട് അവര് പോവാണ്. അയ്യോ അമ്മ, കാർത്തികൻ ആകെ ടെൻഷൻ ആവുന്നുണ്ട്. അവനാണെങ്കിൽ ആ ഡ്രസ്സ് നോക്കിക്കൊണ്ട് ചിന്തിക്കുകയാണ്, ഈ ഡ്രസ്സ് കാണുമ്പോൾ തന്നെ കണ്ണിന് പേടിയാവുകയാണ്. ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ എങ്ങനെ അവളുടെ മുന്നിൽ പോയി നിൽക്കുക? എൻ്റെ കളറിന് ഈ കളറ് നല്ല രസമായിരിക്കും. പക്ഷെ അമ്മ പറഞ്ഞിട്ട് പോയതല്ലേ, അനുസരിക്കാതിരിക്കുന്നത് എങ്ങനെയാ? പോയിട്ട് ഇട്ടിട്ട് വരാം. അതും ചിന്തിച്ച് അകത്തേക്ക് പോയിട്ട് കേൻ ആ ഡ്രസ്സ് ഇട്ടിട്ട് വരികയാണ്. ശരിക്കും ഒരു കോമാളി ലുക്ക് ആയിട്ടുണ്ടായിരുന്നു. അവൻ കണ്ണാടിക്ക് മുൻപിൽ നിന്നിട്ട് സ്വയം പറയാണ്, ഇത് കാണുമ്പോൾ തന്നെ എൻ്റെ കണ്ണ് മഞ്ഞളിക്കുന്നു. ഇത് വിട്ടിട്ട് ഭൈരവിയുടെ മുന്നിൽ പോയ അവളുടെ അവസ്ഥ എന്തായിരിക്കും? ആ ഡ്രസ്സ് വിട്ടിട്ട് സ്വയം ഇങ്ങനെ നികൃഷ്ട ജീവിയെ പോലെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേൻ. ആ സമയത്താണ് പിന്നിൽ വന്നിട്ട് ദമയന്തി വിളിക്കുന്നത്, കേയാ. അത് കേട്ട് അവൻ ഞെട്ടിത്തിരിഞ്ഞ് നോക്കുകയാണ്. എടാ നിന്നെ ഈ ഡ്രസ്സ് കാണാൻ എന്ത് തന്നെ ഭംഗിയുണ്ടെന്ന് അറിയാമോ? അമ്മ പറയുന്നത് കേട്ടിട്ട് കേൻ ഇങ്ങനെ ആകെ ചമ്മി തരിച്ച് നിൽക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.